അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനികളെ, കാരുണ്യവാനായ റബ്ബ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, ശിഷ്യന്മാർ, നമ്മെ സ്നേഹിക്കുന്നവർ, നാം അങ്ങോട്ട് സ്നേഹിക്കുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ സഹായികൾ, അവിടെ നമ്മുടെയും സകലമാന പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അഥവാ ഏർക്കര മഹല്ലിൽ 10 വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു സംഘടനയാണ് ഇമ. ഈ 10 വർഷ കാലയളവിൽ ആ പ്രദേശത്ത് ഒരുപാട് സ്വാന്തന പ്രവർത്തനങ്ങൾക്ക് ഈ ഇമയുടെ കീഴിൽ ഒരു പറ്റം ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് മറ്റുള്ളവരുടെ സഹായ പ്രവർത്തനത്തോടുകൂടെ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നീണ്ട 10 വർഷം ഇങ്ങനെ ഒരു സ്വാന്തന പ്രവർത്തനം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, യുവാക്കൾ ആ പ്രദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ്. ഞാൻ ആദ്യമായി അതിൻ്റെ പ്രവർത്തകരെ, അതിൻ്റെ സഹായികളെ അഭിനന്ദിക്കുകയാണ്. സർവശക്തൻ 2 ലോകത്തും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം ആധികാരികമായി ഹിമയെക്കുറിച്ച് പറയാൻ കഴിയും. കാരണം അതിൻ്റെ തുടക്കത്തിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന ഒരു ആളാണ് ഞാൻ. ഈ മഹത്തായ സംഘടനയുടെ കീഴിൽ ഇതിൻ്റെ തുടക്കം മുതൽ ആ പ്രദേശത്തുള്ള പാവപ്പെട്ട, അർഹതപ്പെട്ട ആളുകളെ മഹല്ലത്തിൽ നിന്നും തെരഞ്ഞെടുത്ത് ജീവിതത്തിലെ ഉപജീവന മാർഗത്തിന് യാതൊരു വഴിയുമില്ലാത്തവർ, വരുമാന മാർഗങ്ങളില്ലാത്തവർ, ആൺമക്കളില്ലാത്തവർ, വൈമുട്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഒരു സ്വാന്തനം എന്ന നിലക്ക് ഇമയുടെ ചുണക്കുട്ടികൾക്ക് സഹായഹസ്തങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. മാസം മാസം മെഡിസിന്, മരുന്നിന് കാശ് കൊടുത്തുകൊണ്ട്, ആർക്ക് ജീവിതത്തിന് ഉപജീവന മാർഗത്തിന് പോലും കഴിവില്ലാത്തവർക്ക്, അതുപോലെ തന്നെ മാസം മാസം ഫുഡിനുള്ള കാശ് കൊടുത്തുകൊണ്ട്, ഇങ്ങനെ ഓരോ വർഷവും അത് ആളുകൾ അതിലേക്ക് കൂടുതൽ ആളുകളെ സഹായം ചെയ്തുകൊണ്ട് ഈ സേവന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. അതോടൊപ്പം തന്നെ വിശിഷ്ട ആഘോഷ ദിനങ്ങൾ വരുമ്പോൾ, പെരുന്നാൾ പോലത്തെ ദിവസങ്ങൾ വരുമ്പോൾ, സന്തോഷ നിമിഷങ്ങൾ വരുമ്പോൾ ആ പ്രദേശത്തിലെ പാവപ്പെട്ട സാധുക്കളായ ആളുകൾ, ജീവിതത്തിന് ഉപജീവന മാർഗത്തിന് പോലും വഴിയില്ലാത്തവർ, വരുമാനമില്ലാത്തവർ, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുതുവസ്ത്രങ്ങൾ, പുതുടയാടകൾ അവർക്ക് നൽകുകയും അതിനു വേണ്ട സഹായ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹത്തായ സംഘടനയാണ് ഹിമ എന്നുള്ളത്. ഈ 10 വർഷത്തെ കാല പ്രവർത്തന വലിയ സേവനം തന്നെയാണ്. ഓരോ വർഷവും എടുത്തു പറയേണ്ട ഒന്ന്, ഓരോ വർഷവും ഇങ്ങനെയുള്ള സഹായ പ്രവർത്തനങ്ങൾ ആളുകളെ ഓരോ വർഷവും കൂടുതൽ ചെയ്ത് അതിലേക്ക് കൂടുതൽ ആളുകൾക്ക് സഹായം എത്തിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മെമ്പർമാരായ ആളുകൾ മാസം മാസം ഇതിലേക്കുള്ള സംഭാവന ചെയ്ത് ചെറുതും വലുതുമായ പ്രവർത്തനങ്ങൾ, ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്ത് അവരെ കൂട്ടായ്മയോടുകൂടെയാണ് ഈ മഹത്തായ സേവന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാം ഓർക്കേണ്ടത്, ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഇതൊരു വലിയ പുണ്യകർമ്മമാണ്. കഴിഞ്ഞ കാല പ്രവാചകൽ പ്രമുഖനായ ഹസ്രത്ത് മൂസാ നബി അലൈഹിസ്സലാം തങ്ങളോട് അള്ളാഹു ചോദിക്കുന്നുണ്ട്, യാ മൂസാ മാദാ ഫഅൽതലി,
എനിക്ക് വേണ്ടി എന്ത് പുണ്യകർമ്മമാണ് നിങ്ങൾ ചെയ്തത്, എനിക്ക് വേണ്ടി എന്ത് സൽക്കർമ്മമാണ് നിങ്ങൾ ചെയ്തത്? ഉടനടി മൂസാ നബി അലൈഹി സ്വലാം പറയുന്നു, സ്വല്ലൈതു ലക വസുംതു ലക വസബ്ബഹതു ലക. അല്ലാഹുവേ, ഞാൻ പടച്ചവനെ നിനക്ക് വേണ്ടി നിസ്കാരം നിർവഹിച്ചിട്ടുണ്ട്, നിസ്കാരം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്, വ്രതമനുഷ്ഠിച്ചിട്ടുണ്ട്, തസ്ബീഹുകളും ദിക്റുകളും സ്വലാത്തുകളും ഞാൻ ചൊല്ലിയിട്ടുണ്ട്, അതിനൊന്നും ഞാൻ ഭംഗം വരുത്തിയിട്ടില്ല റബ്ബേ എന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നു, അസ്വലാത്തു ജവാസുൻ അലൽ സിറാത്ത്. ശരി, നിസ്കാരം എന്ന് പറഞ്ഞാൽ നാളെ പരലോക രക്ഷക്കുള്ളതാണ്. സിറാത്ത് എന്ന പാലം ഇടിമിന്ന വേഗത്തിൽ ഓടിക്കടക്കാനുള്ളതാണ്. വസ്സൗമു ജുന്നത്തും മിനന്നാർ. വ്രതമനുഷ്ഠിക്കുക, നോമ്പനുഷ്ഠിക്കുക, അത് പുണ്യകർമ്മം തന്നെയാണ്. അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്, നരകമോചനം ലഭിക്കപ്പെടുന്ന കാര്യമാണ്. വത്തസ്ബീഹു ദറജാത്തും ഫിൽ ജന്ന. ദിക്റുകളും സ്വലാത്തുകളും അധികരിപ്പിക്കുക എന്നുള്ളത് പരലോകത്ത് പദവി ഉയരാനുള്ള കാരണമാണ്. അതൊന്നുമല്ല മൂസാ നബി അലൈഹി സ്വലാമെ നാം ചോദിച്ചത്. ഖാല, അല്ലാഹ് പറഞ്ഞു, യാ മൂസാ ഹൽ അമൽത അമലൻ സ്വാലിഹാ. നിങ്ങൾ വല്ല പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടോ, വല്ല കാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ, വല്ല സുഹൃതവും ചെയ്തിട്ടുണ്ടോ? ഇത് കേട്ടപ്പോൾ ഫബകാ മൂസാ അലൈഹിസ്സലാം, മഹാനായ മൂസാ നബി അലൈഹി സ്വലാം കരഞ്ഞുപോയി അത്രേ. അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ് ദുല്ലനി അലാ അമലിൻ സ്വാലിഹ്. എന്താണ് പടച്ചവനെ പുണ്യകർമ്മം, സ്വാലിഹായ പ്രവർത്തനം, സ്വാലിഹായ കർമ്മം ഏതാണ് പടച്ചവനെ, എനിക്കൊന്ന് അറിയിച്ചു തന്നാലും. അല്ലാഹു തആല പറഞ്ഞു, ഖാല യാ മൂസാ അലൈഹിസ്സലാം ഹൽ അസ്ബഅത ജാഇആ. വിശന്നവന്റെ വിശപ്പടക്കിയിട്ടുണ്ടോ? ഉപജീവനത്തിന് മാർഗമില്ലാത്തവന്, പട്ടിണി കിടക്കുന്നവന് അവന് അന്നം നൽകിയിട്ടുണ്ടോ, ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? അൽഹംദുലില്ലാഹ്. ആ ഈർക്കര പ്രദേശത്തിലെ ഈമയുടെ ആഭിമുഖ്യത്തിൽ മാസം തോറും പാവപ്പെട്ട വീടുകളെ സെലക്ട് ചെയ്തവർക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കുന്നു, അതിനുള്ള കാശ് കൊടുക്കുന്നു. അതുപോലെ തന്നെ വസഖൈത സാന, ദാഹിച്ചവന്റെ ദാഹം തീർത്തിട്ടുണ്ടോ? അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാമിനെ ചോദിക്കുകയാണ്, വകസൗത ഉരിയാന, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകി സഹായിച്ചിട്ടുണ്ടോ? ഈമയുടെ കീഴിൽ ഇങ്ങനെയുള്ള ആഘോഷ ദിനങ്ങളും മറ്റുമുള്ള സന്ദർഭങ്ങളും പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച് അവർക്ക് പുതു ഉടയാടകൾ, പുതുവസ്ത്രങ്ങൾ നൽകുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹ് ചോദിച്ചത് തന്നെ, മൂസാ നബിയെ, വസ്ത്രം നൽകേണ്ടവർക്ക് വസ്ത്രവും കൊടുത്തിട്ടുണ്ടോ? വനസറത മദ്ലൂമ, ആക്രമിക്കപ്പെട്ടവനെ സഹായിച്ചിട്ടുണ്ടോ? വഅക്രംത ആലിമ, ഒരു പണ്ഡിതനെ, ആലിമനെ ബഹുമാനിച്ചിട്ടുണ്ടോ? ഹാദാ അമലുൻ സ്വാലിഹുൻ, ഇതാണ് പുണ്യകർമ്മം, ഇതാണ് കാരുണ്യ പ്രവർത്തനം, ഇതാണ് സൽക്രമം. അല്ലാഹു എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഇതാണ് എന്ന് കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെങ്കിൽ അൽഹംദുലില്ലാഹ്, നീണ്ട 10 വർഷക്കാലത്തോളം ഈ ഈമയുടെ കീഴിൽ ഇതിന്റെ ചുണക്കുട്ടികൾക്ക്, ഇതിന്റെ പ്രവർത്തകർക്ക്, കർമ്മോത്സുകരായ ചുറുചുറുക്കുള്ള യുവാക്കൾ, പ്രവർത്തകന്മാർക്ക് അവരെ ഒത്തൊരുമയോടുകൂടെ, കൂട്ടായ്മയോടെ, അവരെല്ലാവരും സഹായ സഹകരണ പ്രവർത്തനത്തോടുകൂടെ ആ പ്രദേശത്ത് ഒരുപാട് പാവപ്പെട്ട ആളുകളെ ചേർത്ത് പിടിക്കാൻ, അവരെ സഹായിക്കാൻ, ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ ഇമക്ക് കഴിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവർ സ്വദേശത്തുള്ളവരുണ്ട്, അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അള്ളാഹു അവരൊക്കെ ജോലിയിൽ, കുടുംബങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. ഇതിനു വേണ്ടി മാസം മാസം സഹായം ചെയ്യുന്നവർ, പ്രവർത്തിക്കുന്നവർ, അവരെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മുടെയും കുടുംബങ്ങളിലെ സന്തോഷവും സ്നേഹവും റാഹത്തും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ സമ്പത്തിലും, ഞങ്ങളെ വാഹനങ്ങളിലും, ഞങ്ങളെ ജോലികളിലും, ഞങ്ങളെ വീടുകളിലും നീ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സേവന പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു അവരിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും ഒരുപാട് ആളുകൾക്ക്, ഇതിലേറെ ആളുകളെ
ചേർത്ത് പിടിച്ച് അവർക്ക് സഹായ ഹസ്തം നൽകാൻ, സേവന പ്രവർത്തനം നൽകാൻ, ജീവിത കാരുണ്യ പ്രവർത്തനത്തിന് ഈ ഉമ്മയുടെ കൂട്ടായ്മക്ക്, ഈ ഉമ്മയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാനുള്ള ആയുരാരോഗ്യം ആഫിയത്തും അള്ളാഹു നൽകി നാൾക്ക് നാൾ ഇതിനെ ഉയർത്തി ആ പ്രദേശത്ത് ഒരു വലിയ സഹായമായി, ആ പ്രദേശത്ത് ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി പ്രവർത്തിക്കാൻ, ആ നാടിലുള്ള ആ പ്രദേശത്തുള്ള ആളുകൾക്ക് മറ്റൊരു മഹലിൽ പോയി കൈ കാട്ടി ഇരക്കേണ്ട അവസ്ഥ, മറ്റൊരു മഹലിൽ പോയി എഴുത്ത് കൊടുത്തുകൊണ്ട് പിരിക്കുന്ന അവസ്ഥ വരുവാനുള്ള അവസ്ഥ ഇല്ലാതിരിക്കട്ടെ. ഇതുപോലെ ഓരോ നാടുകളിലും ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വന്നാൽ അതത് മഹല്ലുകളിൽ നിന്ന് മറ്റുള്ള മഹലിൽ പോയി ഇങ്ങനെ യാചിക്കേണ്ട, ഇങ്ങനെ സഹായം തേടി പോകേണ്ട ആവശ്യമില്ല. ഓരോ മഹല്ലുകളും ഇതൊക്കെ മാതൃകയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന്റെ പ്രവർത്തിച്ച ഇതിന്റെ പ്രവർത്തകരെ ഒരു വട്ടം കൂടിയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.